ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഡെയിലി ഫൈവ് പുതിയൊരു ക്ലാസ് 9 ഓണം എക്സാമിന്റെ പ്രൊഡിക്ഷന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ ഏതാണ്? പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്, അഥവാ പീരിയോഡിക് ടേബിൾ രണ്ടും ചെയ്യുന്നതാണ്. അവിടെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മാർക്ക് ബേസിലെ ടോപ്പ് 10 ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാക്സിമം എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കാരണങ്ങൾ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഞാൻ വലുതായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം, വലുതായിട്ട് പറയില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക ആൻഡ് നോട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഒരു മാർക്കിന്റെ ചോദ്യം വരുന്നത് 2 ചോദ്യമാണ്. നമുക്ക് ഒരു മാർക്കിന്റെ ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഹൗ മെനി ഗ്രൂപ്പ് ഓഫ്, അതായത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ആ ഒരു ഗ്രൂപ്പുകൾ എത്ര ഉണ്ട്? 18 ഗ്രൂപ്പാണ്. അതാണ് ഇതിന്റെ ആൻസർ. അടുത്ത നോക്കാം, ആരാണ് പ്രപ്പോസ് ചെയ്തത് മോഡേൺ പീരിയോഡിക് ലോ? മോഡേൺ പീരിയോഡിക് ലോ ആരാണ് കൊണ്ടുവന്നത്? അത് ഹെൻറി മോസ്ലി ആണ്. മെന്റലീവ് എഴുതിയൊക്കെയല്ലേ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മൊലാളി എന്ന് പറഞ്ഞ ആരാണ്? അത് നമ്മുടെ ഹെൻറി മോസ്ലിയാണ്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യത 2 മാർക്കിന്റെ ചോദ്യം. അടുത്ത നോക്കാം, 3 മാർക്കിന്റെ സെറ്റ് ഓഫ് ചോദ്യം നോക്കുകയാണെങ്കിൽ കമ്പയർ മെന്റലീവിന്റെയും മോഡേൺ പീരിയോഡിക് ടേബിളും. മെന്റലീവിന്റെ കേസ് എന്താ? അവിടെ അറ്റോമിക് മാസ് ആണ്, മറ്റൊരുത്തൊക്കെ അറ്റോമിക് നമ്പർ ആണ്. അതാണ് ആ ഒരു ഡിഫറൻസ് ചെയ്താണ് അത് ചോദിച്ചത്. അപ്പൊ അത് 3 മാർക്കിന്റെ സെറ്റിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വന്നത് ഡിഫൈൻ ഐസോബാർ ആൻഡ് ഗിവ് ആൻ എക്സാമ്പിൾ. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു എക്സാമ്പിളും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെന്ത് ചെയ്യാം, പഠിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതാണ് 3 മാർക്കിന് നമുക്ക് ചോദിക്കാം. പിന്നെ അവസാനമായിട്ട് 4 മാർക്കിന് നമുക്ക് ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 2 എലമെന്റ്, ഉദാഹരണത്തിന് ഇവിടെ മഗ്നീഷ്യവും അതേപോലെ ക്ലോറൈൻ ആണ് തന്നത്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് അതിന്റെ ഗ്രൂപ്പ് പിന്നീട് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പം അതൊക്കെ ഈ ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ പിന്നീട് വന്ന ചോദ്യം, ഇത്രയും ചോദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന പ്രഡിക്ഷൻ ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ച് സെറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഓരോ ചോദ്യം നിങ്ങൾക്ക് വൃത്തിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എന്ത് ചെയ്യാൻ, നമ്മുടെ നോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സോ എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ ചാനലിനെ കുറിച്ച്, നമ്മുടെ ഫ്രണ്ട്സിലേക്ക് സ്കൂളിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അവരെല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വരിക. സോ എന്നാൽ മാത്രമേ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഓണം എക്സാം കഴിയുന്നതിനുള്ളിൽ നമുക്ക് 3K സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ക്രോസ് ചെയ്യണം. ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യണം, ഉഷാറായിരുന്നു. കാരണം ഇത്രയും ഫ്രീ ആയിട്ട് ക്ലാസ് വരുമ്പോൾ സാധ്യത കുറവാണ്. ഇത്രയൊക്കെ ഫ്രീ ആയിട്ട് ക്ലാസ്സൊക്കെ തരുന്നത് സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ ചോദ്യങ്ങൾ അടക്കം ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വരും എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാൽ ഇൻ കേസ് വരികയാണെങ്കിൽ ചോദ്യപേപ്പർ ചോദ്യം എന്ന് പറയപ്പെടുന്ന ചോദ്യപേപ്പർ ചോദ്യമില്ല. ഞാൻ മൊത്തം ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് ഞാൻ എടുത്ത ചോദ്യങ്ങളാണ്. സോ നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, താങ്ക് യു.